എന്തുകൊണ്ട് ദാസ ഈ ബുദ്ധി മുമ്പ് തോന്നിയില്ല? എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ. വിജയ അല്ലേട്ടാ, ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കിന്ന് നമ്മുടെ ഈ കോൾഡ് റൂം ഉണ്ടല്ലോ നമ്മുടെ റൂട്ട് സെല്ലറോ? റൂട്ട് സെല്ലർ ഉണ്ടല്ലോ. ആ. ഈ റൂട്ട് സെല്ലറിന്റെ നമുക്ക് വെന്റ് ഓപ്പൺ ആയിട്ടൊക്കെ എടുക്കണത്. അപ്പൊ വിന്റർ ആണല്ലോ വരാൻ പോണത്. ഒരു 2 months വിന്റർ ആവും. ഇപ്പൊ തന്നെ കോൾഡ് ആണ് ആക്ച്വലി. ഇപ്പൊ 5 degreesലൊക്കെയാണ് നിൽക്കണത് ഇപ്പോ. അപ്പൊ ഈ കോൾഡ് റൂം നമ്മളൊന്നും ചെയ്തിട്ടില്ല കോൾഡ് റൂമില്. അപ്പോ ഫസ്റ്റ് നമുക്ക് ആ വെന്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു വെന്റ് കവർ വെക്കാം. ഓക്കെ. അപ്പോ ഇതിന് നമ്മള് വെച്ചിരിക്കുന്നത് വെന്റ് കവർ നമ്മള് ഇതാണ് നമ്മുടെ വെന്റ് കവർ. ഓക്കെ. ഈ വെന്റ് കവർ വെക്കും. അപ്പോ ഇതിന് ബേസിക്കലി ആ ചുമരിന്റെ ഇത്രയും കവർ ചെയ്യും. ഒരു ഇതുണ്ട്, നെറ്റ് ഉണ്ട്, സേഫ്റ്റി നെറ്റ് ഉണ്ട്. ബാക്കി ഇൻസെക്ട്സും ഫ്ലീസും ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട്. അതെ, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കവർ ഉണ്ട്. ഇത് വെക്കും വിന്ററിൽ ധരിക്കാനായിട്ട്. കോൾഡ് റൂമിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ കോൾഡ് റൂം നമുക്ക് ഫുൾ ടൈം കോൾഡ് ആയിട്ടിരിക്കും. നമ്മുടെ വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ഇതാണ് ഡോറ്. അപ്പൊ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. കോൾഡ് റൂമില് ഇതില് നമുക്കിപ്പോ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ പെയിന്റ്, പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. റൂഫൊക്കെ നോക്ക്. റൂഫ് ഉണ്ട് നമുക്ക്. അതുമാതിരി എന്തൊരു തണുപ്പാണ് ഇവിടെ. മുടിഞ്ഞ തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ റാക്സ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആ എൻഡില് മുമ്പുണ്ടായിരുന്ന ഓണർ സെറ്റ് ചെയ്തിട്ടുള്ള റാക്സ് ആണുള്ളത്. അവര് എനിക്ക് തോന്നുന്നില്ല അവരിത് യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് നോക്ക്, അതെന്താ സാധനം? അത് ടൈൽസ് ആണ് ആക്ച്വലി. നല്ലതാണോ? നമുക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഫ്ലോർ ടൈൽസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത്. നമ്മൾ സ്റ്റെപ്പ് പണിയുമ്പോണേ വെക്കാം. പക്ഷെ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. അപ്പൊ സ്ലിപ്പ് ആയിട്ട് പോവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വിന്ററിൽ സ്നോ ചെയ്യുമ്പോ ആ ഒരു റിസ്ക് ഉണ്ട് അതില്. നമുക്ക് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മളിപ്പോ ഗാർഡനിങ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ ഫ്രൂട്ട്സ് വരുമ്പോ നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഇപ്പൊ നമുക്ക് അവിടെ ഒരു വെന്റ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒരു വെന്റ് വേണ്ടതാണ്. ഇവിടെ ഒരു വെന്റ് വേണ്ടതാണ് നമുക്ക്. നമ്മളിവിടെ ഒരു ഹോൾ അടിച്ചിട്ട് ഇതേപോലെ ഇവിടെ വെക്കും. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും എയർ ഫ്ലോ കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിട്ട്. ഏത് ഭാഗം ആ സൈഡിലേക്ക് വരിക? ഇതിപ്പോ ഇവിടെ വെക്കുന്നില്ല. ഇങ്ങനെയാ വെക്കുക. ഇങ്ങനെയാണ് വെക്കുക. അപ്പോ ഇത് പഴയൊരു ഡോറാന്ന് തോന്നുന്നില്ല. പഴയൊരു ഡോറാണ്. നമ്മള് ഒന്നും ചെയ്തിട്ടില്ല. കത്തിച്ച് കളയണം. അപ്പൊ ഇതിലാണ് അപ്പൊ പണിയെടുക്കാൻ പോകുന്നത്. ഇതിലാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത് ആക്ച്വലി ഒരു കവറാണ്. കവറിലെ ഒരു വെന്റിലേഷൻ ഇൻസുലേഷൻ ഉണ്ടല്ലോ. ഇത് ബേസിക്കലി ഇവിടെ ഇവിടുത്തെ വീടുകളിലൊക്കെ ഫസ്റ്റ് ഒരു വുഡൻ ഫ്രെയിം വരും. അത് കഴിഞ്ഞിട്ട് ഈ ഇൻസുലേഷൻ വരും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വിന്ററിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് -40 വരെയൊക്കെ വരുന്നുണ്ട്. അതെ, -40 ഒക്കെ വരുന്നുണ്ട്. നമ്മൾ മുമ്പ് താമസിച്ചിടത്ത് -40 ഒക്കെ വരാറുണ്ട്. ഇവിടെ ചിലപ്പോൾ -50 വരാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഇന്റീരിയറിലായ കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. അതെ, ഇപ്പൊ ഇവിടെ അതാണ് പുറത്തേക്കുള്ള വ്യൂ. അവിടെ നോക്കിയേ, ഹോള് പോലെ അല്ലെ. അതിന്റെ ഉള്ളിലും അവരെന്തൊക്കെയോ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടാ. ശരിക്കും ഒരു ലാഡർ വെച്ചിട്ട് നോക്കാം. ലാഡർ എടുക്കാം. നമുക്ക് ലാഡർ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത്. അവിടെ മുകളിലേക്ക് ഹോളൊക്കെ ഹോൾ എന്ന് പറഞ്ഞാൽ അത് ഹോളോബ്രിക്സ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി. ഇത് നമ്മൾ ശരിക്കും ഇത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ റാക്സ് വെക്കാൻ വേണ്ടിട്ട് സെറ്റപ്പ് ആണ് അത്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ തന്നെ റോ ആയിട്ട് വെക്കുക ചെയ്യാം. ഇത് റോ ആയിട്ട് വെക്കുക ചെയ്യാം. ഇത് പ്ലാസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വൃത്തി വരാൻ വേണ്ടിട്ട്. അല്ലാണ്ട് പ്ലാസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. വൃത്തി വരാൻ വേണ്ടി ഒന്ന് പെയിന്റ് ചെയ്യാം. ഇതിന്റെ ഗ്രൗണ്ട് ഒക്കെ നമുക്കൊന്ന് എന്താ പറയാ, ഈ ഗ്രൗണ്ട് പെയിന്റ് ഉണ്ടല്ലോ, പെയിന്റ് അത് ഇട്ടിട്ട് ചെയ്താൽ മതി. ആദ്യം തന്നെ ഒന്ന് കുറച്ച് സിമെന്റ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചതൊക്കെ ഉണ്ടല്ലോ, വൃത്തിയില്ലാണ്ട് ഇങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഇൻസുലേഷൻ സ്പ്രേ അടിച്ചിട്ട് ഈ ഗ്യാപ്സ് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്.
ഗ്യാപ്സ് കവർ ചെയ്യണം ആക്ച്വലി. പക്ഷെ ഇവിടെ ഒന്നും ഈ ഗ്യാപ്സിലേക്ക് വെച്ച് വന്നിട്ടില്ല അത്. അപ്പൊ ഇവിടെ ഇൻസുലേഷൻ ചെയ്യണം നമുക്ക്. പിന്നെ ഇവിടെ എല്ലാ ഗ്യാപ്സും ഫില്ല് ചെയ്യണം. ഇവിടെയും ഇവിടെ കുറച്ച് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. ശരിയാ. ഓക്കെ ഓക്കെ. ഇത് നല്ല വുഡാന്ന് തോന്നുന്നുണ്ട് അല്ലേ? നല്ല സെറ്റപ്പ് ആണ്. ഇത് നമ്മളെ പണ്ടുള്ള വീടുകളിലുള്ള ടൈപ്പ് വുഡാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ഇത് പൈനാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഈ വുഡ് തോന്നുന്നുണ്ട് എനിക്ക്. അതല്ല, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്. സാധാരണ ഇങ്ങനത്തെ റൂട്ട് സെല്ലേഴ്സില് നമ്മളിപ്പോ നിക്കുമ്പോ തന്നെ നമുക്ക് ഇവിടെ നല്ല തണുപ്പുണ്ട് ആക്ച്വലി. ഞാൻ 3 ലെയർ ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മാതിരി നമുക്ക് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ഈ ലെവലിൽ ഒരു 4-3 ലെവലില് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊട്ടാറ്റോസ്, സവോളയൊക്കെ അതൊക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സംഭവം സെറ്റപ്പ് ചെയ്യാം. ഇത് നമ്മുടെ നല്ല അടിപൊളി പ്രോജക്റ്റ് ആയിരിക്കും എന്തായാലും. ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പോ ഇതെങ്ങനെയാ ഇവിടെ വെക്കാൻ പോകുന്നത്? കയ്യിലുള്ള സാധനം എങ്ങനെയാ വെക്കുന്നത്? ഇത് നല്ല വെന്റാട്ടോ. ഇത് നല്ല വെന്റാണ് ആക്ച്വലി. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വെന്റ് ഇവിടെ ഈ വെന്റ് കുഴപ്പമില്ല, കാരണം നല്ല അടിപൊളി വെന്റ്. ഇത് വെക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അപ്പുറത്ത് ഒരു ഇതാക്കിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ള ഇൻസുലേഷൻ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം ഇവിടെ. ഓക്കെ, ഇവിടെയും ഒരു ഇൻസുലേഷൻ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഈ വെന്റ് വെക്കേണ്ട കാര്യമില്ല. ഈ വെന്റ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ വെക്കാം. കാരണം ഇത് നല്ല വെന്റാണ്. നല്ല വെന്റ്, നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നല്ല നെറ്റുമാണ്. ഞാൻ അകലത്ത് കണ്ടപ്പോ ഞാൻ ഈ വലിയ നെറ്റ് ഞാൻ കണ്ടു, ഈ ഉള്ളിലത്തെ ശ്രദ്ധിച്ചില്ല ഞാൻ. അതിന് ചെറിയ പിന്നെ ഇതായിട്ടുള്ള നെറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. ഈ വലുതല്ലാണ്ട് എന്റെ ഉള്ളിൽ ചെറുതുണ്ട്, ചെറിയ നെറ്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളില് ചെറിയ നെറ്റ് ഉണ്ട്. കണ്ടോ, അടിപൊളി. അപ്പൊ പിന്നെ അവിടെ നമുക്ക് ഇതാക്കണ്ടോ, ഈ ഒരെണ്ണം മേടിച്ചോടത്തേക്ക് തിരിച്ചു കൊടുത്തേക്ക്. ഇതാണ് റിട്ടേൺ ചെയ്തേക്കാം. അതെ. അപ്പൊ നല്ല ഇൻസുലേഷൻ അതിൽ ഫിറ്റ് ചെയ്തപ്പോ തൽക്കാലം ഇൻസുലേഷൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ ഇൻസുലേഷൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്, അപ്പൊ അത് സെറ്റ് ചെയ്യാം. പക്ഷെ ഈ വെന്റ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണോ ചെയ്യുക? അപ്പൊ നല്ല എയർ ഉള്ളിലേക്ക് കയറൂലേ? നല്ല എയർ കയറും. എനിക്ക് തോന്നുന്നത് അവര് ഈ സൈഡില് ഈ ഒരു പീസ് വെച്ചിട്ടുണ്ടാകും. ഇത് വെച്ചിട്ടില്ലേ? ഇത് എനിക്ക് തോന്നുന്നത് അവര് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നല്ല കോൾഡ് വരില്ലോ. ഇതാകുമ്പോ കുറച്ച് കോൾഡ് അല്ലേ വരുള്ളൂ, വലിപ്പുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പണി ചെയ്യാം. ഇതിന്റെ ഇവിടെ ഇത് വെച്ചിട്ട് ഈ സൈഡ് ഫുള്ള് ജസ്റ്റ് വെന്റിലേഷൻ കവർ ചെയ്യാം. അപ്പൊ ഡബിൾ കവർ ആയി. എങ്ങനെ ഒന്നും കൂടെ കാണിച്ച ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. അതിന് ചുറ്റിലും പിന്നെ ഇതിവിടെ വെച്ചിട്ട് ഇവിടെ മൊത്തം വെന്റിലേഷൻ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അതായത് പിന്നെ ഇൻസുലേഷൻ വെച്ചിട്ട് ഇൻസുലേഷൻ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഐഡിയ. നമുക്ക് എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. അത്ര ഗ്യാപ്പ് വരുള്ളൂ. പക്ഷെ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് അല്ല, ഇത് വിന്ററിലുള്ള പരിപാടിയാണ്. നമുക്കിപ്പോ ജസ്റ്റ് ഇൻസുലേഷൻ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ക്ലോസ് ഇവിടെ നിന്ന് ജസ്റ്റ് ടേപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ വിന്ററിൽ ഡക്ട് ടേപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അല്ലാതെ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ക്ലോസ് ചെയ്യാം നമുക്ക്. എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ എന്താ പറയുക, അത് അവിടെ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ മാതിരി ഇൻസുലേഷൻ വെച്ചിട്ട് അതിന്റെ ചുറ്റും കവർ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഫ്രെയിം ഇല്ലേ, ഇതിന്റെ ഫ്രെയിം പുറത്ത് വെക്കുക. എന്നിട്ട് ഡക്ട് ടേപ്പ് വെക്കുക. അപ്പൊ നല്ല വൃത്തിയിൽ നിൽക്കും ചെയ്യുമല്ലോ. നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് സ്പ്രിംഗ് ആവുമ്പോ മാറ്റാം. അപ്പൊ സ്പ്രിംഗ് ആവുമ്പോ നല്ല എയർ പാസേജ് ഉണ്ടായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലതാണ്. ഓക്കെ. ഇത്ര ഇല്ലെങ്കിലില്ലേ ചിലപ്പം എന്റെ ഡൗട്ട് ചോദിക്കാണ് കേട്ടോ. ഇവരിവിടെ ഇത്രയും വലിയൊരു വെന്റ് വെച്ച സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു ഫ്രെയിം ആട്ടോ. ഫ്രെയിം അതിന്റെ ഇത് പോയി. എനിക്ക് തോന്നുന്നു ഈ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. അത് നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നെറ്റ് വാങ്ങിക്കാൻ കിട്ടുമോ നോക്കാം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇൻസ്റ്റേഷൻ ചെയ്തിട്ട് ഇത് ഉള്ളിൽ ഇത് വെച്ചാൽ മതി. അപ്പൊ ഉള്ളിലേക്ക് ആനിമൽസ് കയറാണ്ടിരിക്കല്ലോ. അല്ല, ആനിമൽസ് എന്തായാലും കയറില്ല. മറ്റേത് ബ്ലോക്ക്ഡ് ആണല്ലോ. അപ്പൊ ഇതിങ്ങനെ വെച്ചാൽ മതി ഇടയില്. അപ്പൊ ഗ്യാപ്പ് അത്രയും കുറയും.
അത് ചെയ്യാം നമുക്കെന്നാ. അതിന്നപ്പോ ചെയ്താലോ? അതിപ്പോ ചെയ്യാം. അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാലും ഈ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ ഒരു ഗാർബേജ് ബാഗിൽ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വേസ്റ്റിന്റെ മുകളിലുള്ളത് വേണമെങ്കിൽ പഴയത് തള്ളി കയറ്റാം. ഏത് ഈ ഗ്യാപ്സില് ഇത് തള്ളി കയറ്റാം. പഴയത് എടുക്കണ്ടേ? ഇപ്പൊ പുതിയത് മേടിച്ചിട്ടുണ്ടോ? ഞാൻ ലാഡ് എടുത്തിട്ട് വരാം. പിങ്ക് ഈ ലാഡർ മതി ലെവലിപ്പോ അതിനുള്ളിൽ ആ ലാഡർ മതി. ഇതെന്താ സാധനം? ഓ, ഇത് നമ്മളെ ഇതാണ് നമ്മുടെ ഇൻസുലേഷൻ. ഇത് ഇതെന്തൊരു പിങ്ക് റോസോ? പിങ്ക് ആണ്. ഇത് പിങ്ക് ആണ്. പിങ്ക് എന്നുള്ള പിങ്ക് പാക്സ് പ്ലസ് R12. ഇതിന് റേറ്റിംഗ് ഒക്കെ ഉണ്ട്. R12 അങ്ങനെ കുറെ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് എത്രത്തോളം തണുപ്പിന് ഇതാക്കാൻ പറ്റുന്ന അത്രയൊക്കെ ഉണ്ട്. അല്ല, ഇതൊരു വിധം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് പിങ്ക് ഇൻസുലേഷൻ. ടെമ്പറേച്ചർ നല്ല ഹൈ ക്വാളിറ്റി. ടെമ്പറേച്ചറിന്റെ ഇത് കണ്ടല്ലോ സൈഡില്. എവിടെ? അത് അവിടെ R12 എഴുതിയതിന്റെ ചോട്ടിലായിട്ട് ടെമ്പറേച്ചർ അല്ല അത് ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെയാണ്. ടെമ്പറേച്ചർ അല്ല. ക്ലോസ് ആയി കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതിപ്പോ അല്ല, ആ ഗാർബേജ് കവർ എടുത്തിട്ടില്ല. ഗാർബേജ് എല്ലാം കൂടെ അതിലേക്ക്. അതല്ല, നിക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ ഞാൻ നോക്കുന്നത്. ഡക്ട് ടേപ്പ് എവിടെയാ വെച്ചത് ഓർമ്മയുണ്ടോ? ഡക്ട് ടേപ്പ് അത് കഴിഞ്ഞിട്ടാക്കാം. ഇത് വെച്ചു വാക്വം ചെയ്യണ്ടേ? ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ തിയോട്ടനെയും ടാൻസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇതില്. ഹലോ ടാൻസി. ഹായ്. ഇതാണ് ഞങ്ങളുടെ ടാൻസി, ഇതാണ് ഞങ്ങളുടെ തിയോ. തിയോണ്ണി, ടാൻസുണ്ണി, സീ തിയോ. ടാൻസി, നോ ടാൻസി. ടാൻസി അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ടാൻസി എങ്ങനെയാ? ഭയങ്കര ഭയങ്കര അനുസരണയാ. അതാണ്ടോ നോന്ന് പറഞ്ഞപ്പോ ചെയ്യാണ്ടിരിക്കുന്നത്. അയ്യോ, ടാൻസുണ്ണി തീയുണ്ണി പേടിച്ചു പോയില്ലോ. എസ്പെഷ്യലി തീയോ പേടിച്ചു പോയി. ഇതിന് നമുക്ക് ചിലപ്പോ എക്സ്റ്റൻഷൻ കേബിൾ എടുക്കേണ്ടി വരും. അത് അവിടേക്ക് എത്തില്ല. ഇവിടേക്ക് എത്തൂല. ഈ ഡോറിന്റെ അപ്പുറത്തുണ്ടല്ലോ ഒരെണ്ണം. ഡോറിന്റെ അപ്പുറത്തുള്ളത്, കുറച്ച് അപ്പുറത്തേക്കായിട്ടുള്ളത്. ഇത് അവളെ കാല് തട്ടാം. നോക്കിയോട്ട് എനിക്ക് തോന്നുന്നു എത്തും തോന്നുന്നുണ്ട്. എക്സ്റ്റൻഷൻ കേബിൾ എവിടെയാണ്? എക്സ്റ്റൻഷൻ കേബിൾ നമ്മുടെ ടൂൾ ഷെഡിലാണ്. ഇനി എപ്പോഴും ഒരെണ്ണം ഇവിടെ കൊണ്ടുവയ്ക്കണം. ഹലോ ടാൻസി, സ്നീസ് ചെയ്യും ടാൻസി. നോക്കിയേ, കുഴപ്പമില്ല, എത്തുന്നുണ്ടല്ലേ ടാൻസി മാ? നമ്മള് പുതിയ ഇത് വെക്കുന്നതിന്റെ മുന്നേ അതങ്ങനെ പൊക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എത്തും. ഓക്കെ, ടാൻസുണ്ണി ഇവിടെ മാറി. ഇതിന് വാക്വം ചെയ്യാനായിട്ട് അവിടുത്തെ മണ്ണും മണ്ണല്ല, കല്ലാണ്. കുഴപ്പമില്ല. മോളില് നല്ല ഗ്യാപ്പ് ഉണ്ട്. അത്യാവശ്യം വെക്കണത് കുഴപ്പമില്ല. അത് അപ്സ്റ്റേഴ്സ് അല്ല കേട്ടോ, ഇത് ലാഡർ ആണ്. ഇത് അൺപാക്ക് ചെയ്യാൻ പോവാ. അതിന്റെ ആ കവറോടെ തന്നെ വെക്കുവോ? നമ്മള് വെക്കും തോന്നുന്നില്ല. ചിലതില്ല ഇങ്ങനെ കവർ ആയിട്ട് തന്നെ ഉള്ളത് ടൈപ്പ്. ഇത് അങ്ങനത്തെ ടൈപ്പാ? അല്ലല്ല, നോക്കിക്കേട്ടോ അങ്ങനത്തെ ആണോ അല്ലയോ എന്നുള്ളത്. നമ്മളിപ്പോ ഫസ്റ്റ് ടൈം അല്ലത്. ഓ ഇങ്ങനത്തെയാ? ഓ കട്ട് ചെയ്യാൻ ഇത് വേണ്ടേ? ഒരു സിസർ വേണ്ടേ? തീയോ
ഇവിടെ എന്ത് കൊണ്ടുവന്നാലും ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണത് തിയോ ഹോംസ് ആൻഡ് ടാൻസി വാട്സൺ. ഓക്കെ ഗേൾസ്, ഇവിടെ ടെയിൽ വാഗിംഗ് ഉണ്ടോ? Let's do this. അത് ഏട്ടൻ ലെയർ നോക്കിട്ട് അങ്ങനെ എടുക്കണ്ട, കട്ട് ചെയ്തിട്ട് എടുക്ക്. ഞാൻ നോക്കണേ. കട്ട് ചെയ്തിട്ട് എടുത്തോ. സിസർ ഇല്ലേ അവിടെ താഴെ ഉണ്ടായിരുന്നല്ലോ സിസർ പഴയത്. താഴെ എവിടെ? ഏട്ടനെ കാറിന്ന് സിസർ എടുത്തിട്ട് വേണ്ട. സിസർ എവിടെ? കാറിന്ന് ആ റെഡ് സിസർ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? എവിടെ? പുറത്താ? പുറത്തിട്ട് ഏട്ടാ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഡോറ് ചേച്ചി നോസിലേക്ക് കേറണ്ടായി. അതിലെന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ കേട്ടാ. കട്ട് ചെയ്യണോ? ഓക്കെ. മൂക്ക് മാറ്റാ ചെക്ക. ചേച്ചി നോ ഡോണ്ട് ലിക്ക്. ആദ്യം ആ ഹോളോ ബ്രിക്സിലത്തെ ഹോളിലേക്കൊക്കെയാണോ ഫില്ല് ചെയ്യാൻ പോകുന്നത്? നോ ഹോളോ ബ്രിക്സ് ഫില്ല് ചെയ്യാം. അതിനിപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പീസാക്കിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് പീസാക്കാം. സിസർ അത് ഇളക്കാൻ നോക്കണ്ട കേട്ടോ. ഇല്ല. സെയിം സ്പേസ് നല്ലോണം പുഷ് ചെയ്യാം. ഓക്കെ, നല്ലോണം കേറുന്നുണ്ടോ? കേറുന്നുണ്ട്. അപ്പൊ മാക്സിമം കയറ്റിക്കോ. ഇതില് അത്ര ഇതില് പഴയതുണ്ടാവും വേണമെങ്കിൽ. Theo Tensi, we will take the next round. Okay. All good, baby. All good. ഇതില് കുറച്ചുകൂടെ വേണ്ടി. നല്ലോണം പുഷ് ചെയ്തിട്ട് കയറ്റിക്കേട്ടോ. അങ്ങനെ തന്നെ. ഇനിയും വേണ്ടി വരുമല്ലോ. അങ്ങനെ തന്നെ വെക്കാം. ഇനിയിപ്പം മറ്റേ ചെറുതിലൊക്കെ വെക്കണ്ട. മൂന്നാല് കട്ട് ചെയ്തിട്ട് പോവാം. ചേച്ചി അത് കടിക്കരുത്. പല സൈസിൽ കട്ട് ചെയ്തോ. അല്ല അവിടുത്തെ ഹോൾസ് പല സൈസാണല്ലോ. കൊറേ വേണ്ടി വരൂല്ലേ? ലുക്സ് ലൈക്ക്. നോസ് മാറ്റ്. വളരെ സീസണാണ് വരാൻ പോണത്. നോസ് ഒന്ന് മാറ്റൂ പ്ലീസ്. വേണ്ടി കുട്ടിമോളി. അയ്യോ ചുരി. ഓന്നോ ചുണ്ണി കുട്ടിമോളി. ഇവിടെ തീയോ. Oh shit. No. ഇവൻ ബാക്കില് സ്നിഫ് ചെയ്യുന്ന. Oh no. ചെറുതിൻ്റെ ഉള്ളിലേക്ക്. സിസ്റ്റർ അങ്ങനെ കുത്തനെ വെക്കല്ലേ. തിയോ ഹോം സൈഡ് കൂടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നടക്കുന്നത്. ഇങ്ങനെ ഇൻസുലേഷൻ ചെയ്യാനും പഠിച്ചു. അവള് മുകളിൽ കയറി പോണ്ടല്ലോ.
ശരിക്കും നിൽക്കരുത് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്ത് കാണത്തേക്ക്. എന്തിന് നമ്മൾ നാച്ചുറൽ അതിൽ ഇനിയും കൊള്ളൂ. ഒരു ചെറിയ പീസും കൂടെ വെച്ചു, ഇപ്പഴത്തേലും വെച്ചോട്ടോ, ഒരു ചെറിയ പീസും കൂടെ. രണ്ടിലും വെക്കാന്നുണ്ട്. നമുക്ക് സിസ്റ്റർ ഇവരെ തലയിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. തീയണി കൊടുക്കാ. അവനെ അവിടെ പോയി അവന് നടക്കുന്നോടത്ത് കാല് കുത്തി ഒഴിക്കുന്നവരാ. ഹോംസ് കമ്മിയ തീയോട്ടന് ഹിക്കപ്സ് ഉണ്ടോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. സൗണ്ട് തീയാണ് സൗണ്ട് ഉണ്ടാക്കുന്ന ഹിക്കപ്സ് മമ്മിക്ക് എടുക്കാൻ പറ്റൂലല്ലോ. അഞ്ചു മമ്മിക്ക് എടുക്കാൻ പറ്റൂലല്ലോ തീയുണ്ണിനെ. അവിടെ നിക്ക് തീയുണ്ണിയെ. കിടക്കുന്ന നോക്ക്. നിക്കില്ല, അധിക കാലം നിക്കൂല ടാൻസി. അധിക കാലം അധികം നേരം നിക്കൂലെന്ന്. അയ്യോ മുടി ചക്കര കുട്ടിയുള്ള തന്നെ. സൂപ്പർ. ഇനി മറ്റേ സാധനം വെച്ചിട്ട് അതിന്റെ ചുറ്റിലും ഇത് വെക്കണ്ട. അവിടെ ഒരു ചെറിയൊരു അതിലും ഫില്ല് ചെയ്തോ. അത് വേണമെങ്കിൽ നമുക്ക് ആ സ്പ്രേ പെയിന്റ് അല്ല, സ്പ്രേ പെയിന്റ് അല്ല, സ്പ്രേ ഇൻസുലേഷൻ വേണമെങ്കിൽ അതൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വരണം കേട്ടോ. കാരണം ഈ തണുപ്പത്ത് നമുക്ക് എപ്പോഴും പോയിട്ട് ഇവിടെ തീയോ നോ നോ ഇറ്റ്സ് ഓക്കെ. നീ കഴിച്ചാ? തീ കഴിച്ചാ? നോക്കിയാ അവന്റെ ഫേസ്. അതാ അവിടുന്ന് ആ ഇൻസുലേഷൻ എടുത്തിട്ട് അവന്റെ ലിക്വിഡ് മുട്ടിച്ച് നമ്മളില്ലേ കാണുന്നത് മൊത്തം കഴിക്കാനുള്ള സെറ്റപ്പ്. അല്ല ഈ എന്താ പറയാ ഒരു സാധനം ഒരു പഞ്ഞിമിഠായി എന്ന് പറയുന്ന സാധനം നോക്കിട്ടോ. അവളെ ടൈല് പോലും ഇതാക്കില്ല. പഞ്ഞിമിഠായി എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് കഴിക്കുന്ന മാതിരിയാണ് അവിടെ നിന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് എന്നിട്ട് നമ്മളെ പിപ്പിളി കട്ടാൻ വേണ്ടിട്ട് ഞാൻ മോളിക്ക് കയറ്റി വിടട്ടോ. അവന് മോളിലേക്ക് മിക്കവാറും കയറ്റേണ്ടി വരും. അവന് ആ ബെഡിന്റെ അവിടെയൊക്കെ പോയിട്ട് പണിയൊപ്പിക്കുമെന്നുള്ള. അതെന്താ വെച്ചല്ലേ, അത് ലിക്കി അപ്പൊ നാവില് പറ്റിപ്പോയി. നാവില് പറ്റിപ്പോയി ഡാഡി. നീ നിന്റെ വയറ് മുഴുവൻ ഇൻസുലേറ്റ് ചെയ്യപ്പോ ലിക്കി ഇത് കഴിച്ചിട്ട്. അത് പക്ഷെ ചെറിയ ഗ്യാപ്പല്ല, ഒന്നും കൂടെ പീസാക്കിട്ട് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. അജോ ഇവിടെ ഒരു തന്നെ മാതുന്നുണ്ട്. That's a good job. Good job, good job. ചെറിയ പീസ് ഇവിടെ കിടക്കുന്നു. ചാൻസി ഫേസ് ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേ. കിടക്കുമ്പോഴത്തെ സൈഡിൽ കൂടെ നോട്ടല്ലേ ഉള്ളത്. പക്ഷെ ഇത് ഭയങ്കര ചെറിയ വെന്റായി പോവെന്നാ ഞാൻ ചോദിക്കുന്നത്. അത് ചിലപ്പോ ഇല്ലേ ഇവര് ഇത്രയും വലിയ വെന്റ് ഒരു സൈഡിൽ മാത്രം വെക്കാനുള്ള റീസൺ ചിലപ്പോ ഇതായത് കാരണമാണെങ്കിലോ, അത് മതിയെന്നെങ്കിലോ രണ്ട് സൈഡിലും വേണ്ട. അത് ഭയങ്കര കോൾഡായിരിക്കും ഇത്രയും വലിയ വെന്റോ. അതുകൊണ്ടാണ് അവര് ആ ഇൻസുലേഷൻ അവിടെ വെച്ചത്. പിന്നില്ലേ ഇത് ഇങ്ങോട്ട് വാ, ഇവിടെ നിന്ന് നോക്ക്. നമ്മളെ ആ ഏരിയയിലേക്ക് ഈ കോർണറിലേക്ക് നോക്കിയാ കണ്ടാ, ഇതിലല്ല അതിൽ നോക്ക്. അവിടെ എല്ലാ ഈ പിന്നെ ആ സ്ക്വയറിന്റെ എല്ലാ കോർണേഴ്സിലും ഹോൾ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ആനിമൽസ് വന്നിട്ട് ഇതാക്കാതിരുന്ന. തീയുണ്ണി ഇവിടെ വാ, അവനിന്ന് മുകളിലേക്ക് ആക്കട്ടെ ഞാന്. അത് ആണി നിറയ്ക്കുന്ന വേണ്ടല്ലോ. ആണി ഉണ്ടല്ലേ? ആണി നിറയ്ക്കുന്ന ഇത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് സെറ്റപ്പ് ഉണ്ട്. കുഴപ്പമില്ല.
എന്നാ അത് വെച്ചോ ഫസ്റ്റത്തെ ഒരു പീസ് എന്നാ വലുതായിട്ട് അല്ല കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നോ. ഞാൻ തന്നെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചോക്ക് ഒരു സൈഡില് അടിയിൽ മിഡിലായിട്ടല്ല ഇത് വരുന്നത്. ഇത് മിഡിലായിട്ട് ഇങ്ങനെ വരേണ്ടത്. കാരണം ഇങ്ങനെ വെക്കണം എന്നാല് ഈ വെള്ളം ഈ മഴ പെയ്യുമ്പോ. പക്ഷെ നമ്മളവിടെ ഹോൾ ഉണ്ടാക്കുന്നില്ലല്ലോ എവിടെ മറ്റേതിന്. ഇല്ല അതിന് ഹോൾ ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയാം വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരുമ്പോഴേ അങ്ങനല്ലേ. പെർഫെക്റ്റ്. ഇത് സെറ്റായി. ഓക്കെ ഇനി ബാക്കി എല്ലായിടത്തും ബാക്കിയുള്ള എല്ലായിടത്തും ഫില്ല് ചെയ്യാം. എവിടെ? ഓ അസിസ്റ്റന്റ് ജെൻസി. ഹായ് തിയോ ഹോംസ്. തിയോ ഹോംസ് ആണത്. അയ്യോ ഇങ്ങോട്ട് കയറില്ല. എന്താണ് സംഭവം? സൺലൈറ്റ് വരുന്നുണ്ടല്ലോ അവിടെ, ഒന്ന് കാണണം എനിക്കൊന്ന്. ഹീറ്റർ ഓണോ ഇതാണോ? ഇതെന്താ അതാ അതെന്തിനാണ് വീടാ തീയണി? തിയോ ജാക്കി ജാനായി മാറുപ്പോ. തിയോ തിയോ ഓഫ് ഓഫ് ഓഫ്. റിംഗ റോസസ്. സ്റ്റോപ്പ് ഇറ്റ്. നോ. തിയോ ഇവിടെ ഭയങ്കര ഏറ്റവും കൂടുതൽ പേടിയുള്ള ആളാണ് തിയോ. എല്ലാത്തിനും പേടിയാണ്. തിയോ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഈ ഗ്രൗളിങ്ങിലാണ്. ഈ ഗ്രൗളിങ് കേൾക്കുമ്പോ തന്നെ എല്ലാരും പേടിച്ചു പോകും. ഗ്രൗളിങ് മാത്രല്ല അവൻ നല്ല കടി കൊടുക്കും. ഗ്രൗളിങ്ങിന് അനുസരിച്ചിട്ടുള്ള കടിയും കൊടുക്കും. ആ മോള് അല്ല ആ ഇതില്ലേ ഹോളോബ്രിക്സ് ഇല്ലേ കേട്ടോ, അതിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് കണ്ടോ പ്രത്യേകത്തെ. ആ ഗ്യാപ്പിലേക്കൊക്കെ ഫില്ല് ചെയ്യും കണ്ടോ. ഇപ്പുറത്തെ സൈഡ് ഇവിടെ അല്ലെന്ന് ഇവിടെ 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 മുകളിലേക്കല്ലേ നമുക്ക് തേക്കാം. തേക്കാം നമുക്ക് വെച്ചുകൊടുക്കാന്ന്. ഞാൻ നിന്നെ മുകളിലേക്ക് കൊണ്ടുപോവാ. എല്ലാരും വയലന്റ്. ഇതിന്റെ അടിയിൽ വെക്കണം. ഇനി ഫുള്ള് ഫില്ല് ചെയ്യണ്ടേ? ഫില്ല് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് വെച്ചോടായിരുന്നു നേരത്തെ ചെയ്ത മാതിരി തന്നെ. ഇനി എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നു. വേണ്ടി വരും. ഓക്കെ കൂൾ. ഇത് കൊള്ളാം. ഇനിയിപ്പോ ആ സൈഡൊക്കെ ഇനി ഫില്ല് ചെയ്യണം അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് മിഡിൽ തന്നെ ഇരുന്നത്. ഇനി ഇത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. വെന്റ് വേണം, കോൾഡ് റൂമിന് വെന്റ് വേണം. ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു തണുപ്പാ. ഈ ഇതുണ്ടല്ലോ എന്താ പറയാ, ഈ വാൾസ് ഒക്കെ നല്ല തണുപ്പ്. കൊറേ ഉള്ളിലേക്ക് വെച്ചില്ലേ? അത്യാവശ്യം. പിന്നെ ഉള്ളിലേക്ക് കുറച്ചൊരു ഡാർക്ക്നെസ് വന്നുണ്ട്. അതെ നല്ല പുറത്തു നിന്നിട്ട് നമ്മള് സിമെന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യോ? ഈ ചെറിയ ഗ്യാപ്പ് എങ്കിലും നനയൂലേ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ? മഴ പെയ്ത് ചെറിയ നനവ് വരും, ഇതിന്റെ വരും. പക്ഷെ ഈ ഇൻസുലേഷൻ മുഴുവനും ഇതാവൂലേ? അല്ല, നമ്മള് ഇപ്പോ സ്പ്രിംഗ് ആകുമ്പോ ഇൻസുലേഷൻ മാറ്റില്ല നമ്മള്. എന്തിനാ മാറ്റുന്നത്? ഇൻസുലേഷൻ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ഓപ്പൺ ആക്കി വെക്കാം. സ്പ്രിംഗില് എയർ നല്ല പാസേജ് ആയിക്കോട്ടെ. അങ്ങനെ ചെയ്യണമെന്നുണ്ട്. എയർ പാസേജിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ സ്പ്രിംഗ് വെച്ചിരിക്കുന്നത്.
ഇല്ലെങ്കിൽ വെക്കണം എന്നില്ല, ഇങ്ങനെ തന്നെ വെച്ചാലും മതി. ഇങ്ങനെ തന്നെയാണ് വെക്കുക, ആൾക്കാർ അതിങ്ങനെ ഓപ്പൺ ആക്കും. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ എന്താന്നുണ്ടെങ്കിൽ ഈ എന്തായാലും അവിടെ നിന്ന് ഈ മഴ ഈ കാറ്റടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലേക്കാണ് ഇൻസ്റ്റലേഷൻ എന്തായാലും ഇത് വരും. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ഒരു വഴി എന്താന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടില് ഈ വാട്ടർ ഇതിന്റെ അടിയിൽ വെക്കില്ലേ, ആ സിൽവർ ആയിട്ടുള്ളത്, അത് വാങ്ങിച്ചു കൊണ്ടിട്ട് വെക്കാം നമുക്ക്. ഓക്കെ, ഫ്രണ്ടിലല്ല, ഇവിടെ ഇങ്ങനെ 2 പീസ് ഒരു ഫിഗർ വാങ്ങിയിട്ട് ഈ ഹോളിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. മനസ്സിലായി. എന്നിട്ട് ഇത് ഇൻസുലേഷൻ വെക്കാൻ വേണമെങ്കിൽ, അല്ല ഇൻസുലേഷൻ ഇപ്പം തന്നെ വെച്ചോ, ഇൻസുലേഷൻ ഫില്ല് ചെയ്തോ. കാരണം നമുക്ക് എപ്പോഴും ഇൻസുലേഷൻ എടുക്കലോ അടക്കലോ ഒന്നും നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ഇപ്പൊ ഇവിടെ ആരും ചെയ്യൂലല്ലോ. വൺസ് അവര് ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോർ എവർ എന്നുള്ള രീതിയിൽ വെക്കാനല്ലേ നോക്കുക. അല്ല, ഞാൻ പറഞ്ഞത് ഫ്രണ്ടിൽ വെക്കുന്നതിന് പകരം ആ സാധനം ഈ നെറ്റിന്റെ അടിയിൽ വെക്കുക, ഇപ്പുറത്തെ സൈഡിൽ വെക്കുക, എന്നിട്ട് ഇൻസുലേഷൻ, അതായത് വാട്ടർ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ളത്. അപ്പൊ ഈ ഇൻസുലേഷനിലേക്ക് ഡയറക്റ്റ് വാട്ടർ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇൻസുലേഷൻ ഉള്ളിൽ കൂടെ വെക്കുക. ഒരു ഹോൾ അടിച്ചിട്ട് ആ ഹോള് വെച്ചിട്ട് എന്നിട്ട് ഇത് ചെയ്യാം. അത് ഇതല്ലെന്നാ അത് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇപ്പൊ തൽക്കാലത്ത് ഇവിടെ നിർത്താം നമുക്കിത്. എന്നിട്ട് മറ്റേത് വാങ്ങി വന്നിട്ട് അത് വെച്ചതിന് ശേഷം റോണയിൽ പോയി വാങ്ങി വന്നിട്ട് ഇത് വെക്കാം. ഇവിടുത്തെ റോണയിലുണ്ടാവും. ഓക്കെ, നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം. എന്തുകൊണ്ട് ദാസ ഈ ബുദ്ധി മുമ്പ് തോന്നിയില്ല? എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ, വിജയ. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് പുതിയ ഐഡിയാസ് വരിക അല്ലേ? ഓക്കെ, ശരി, എന്നാലും നമുക്ക് റോണയിൽ പോവാം. പോയിട്ട് വരാം.